ഒരു വാർത്തയിലേക്കാണ് ഇപ്പോൾ. നിയമസഭയിൽ 3 MLA-മാർക്ക് സസ്പെൻഷൻ എന്ന വാർത്ത വരുന്നു. വി അരുൺ ചേരുന്നു. അരുൺ, വിശദാംശങ്ങൾ. സഭയിൽ ഇന്ന് നടന്ന സംഘർഷങ്ങളുടെ പേരിലാണ് 3 MLA-മാരെ, പ്രതിപക്ഷ MLA-മാരെ സസ്പെൻഡ് ചെയ്തത്. മുഖ്യമന്ത്രിക്ക് വേണ്ടി പ്രമേയം അവതരിപ്പിച്ചത് പാർലമെന്ററി കാര്യമന്ത്രി MP രാജേഷാണ്. വാച്ചാൻ വാർഡും പ്രതിപക്ഷ MLA-മാരുമായി ഉന്തും തള്ളുമുണ്ടായി, സംഘർഷമുണ്ടായി. അതിൽ വാച്ചാൻ വാർഡിന്റെ ചീഫ് മാർഷൽ ഷിബുവിന് കൈക്ക് പരിക്കേറ്റിരുന്നു. അദ്ദേഹത്തിന്റെ കൈക്ക് ശസ്ത്രക്രിയ, അടിയന്തര ശസ്ത്രക്രിയ നടത്താൻ അദ്ദേഹത്തെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ആ നടന്ന സംഭവങ്ങളുടെ പേരിലാണ് 3 പ്രതിപക്ഷ MLA-മാരെ ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. സനീഷ് കുമാർ ജോസഫ്, M വിൻസെന്റ്, റോജി M ജോൺ ഇവരാണ് ഈ സംഘർഷത്തിലേക്ക് നയിച്ച സംഘർഷത്തിന് കാരണക്കാരെന്നാണ് ഇപ്പോൾ സർക്കാരിന്റെ വാദം. അതിന്റെ അടിസ്ഥാനത്തിലാണ് 3 പേരെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. സഭാമര്യാദകളുടെ ലംഘനം ഈ MLA-മാർ നടത്തിയെന്ന പ്രമേയത്തിൽ MP രാജേഷ്, പാർലമെന്ററി കാര്യമന്ത്രി MP രാജേഷ് പറഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിലാണ് 3 പേരെയും സസ്പെൻഡ് ചെയ്തുള്ള തീരുമാനമുണ്ടായത്. നമുക്കറിയാം, കഴിഞ്ഞ 4 ദിവസമായ സഭയിൽ അതിശക്തമായ പ്രതിപക്ഷ പ്രതിഷേധമാണ് ഉണ്ടായത്. പല ദിവസങ്ങളിലും പ്രതിപക്ഷ MLA-മാരും അതുപോലെ തന്നെ വാച്ചാൻ വാർഡുമായി കയ്യേറ്റത്തിന് വക്കോളമെത്തി ഉന്തും തള്ളുമൊക്കെ ഉണ്ടായിരുന്നു. വാക്കേറ്റം ഭരണപക്ഷ MLA-മാരും പ്രതിപക്ഷ MLA-മാരുമായി വാക്കേറ്റവും ഉണ്ടായിരുന്നു. ഇന്ന് സഭ ചോദ്യത്തിന് വേളം മുതൽ പ്രതിപക്ഷ പ്രതിഷേധത്തിൽ സഭ മുങ്ങിയിരുന്നു. അതിനിടെ വാച്ചാൻ വാർഡിനെ ഉപയോഗിച്ചാണ് പ്രതിപക്ഷത്തെ സ്പീക്കർ തടഞ്ഞത്. അതിനും പ്രതിപക്ഷം പ്രതിഷേധം അറിയിച്ചത്. ഇതിനിടെയാണ് വാച്ചാൻ വാർഡിന്റെ പ്രതിരോധം മറികടന്ന് സ്പീക്കർ ഡയസിലേക്ക് കയറാൻ പ്രതിപക്ഷ അംഗങ്ങൾ ശ്രമിച്ചത്. അവിടെയാണ് ഉന്തും തള്ളുമുണ്ടായത്. ഇന്ന് രാവിലെ ശൂന്യവേളയുടെ തുടക്കത്തിൽ സഭ രണ്ടാമത് ചേരുമ്പോൾ, നിർത്തിവശേഷം ചേരുമ്പോൾ തന്നെ സ്പീക്കർ വ്യക്തമാക്കിയിരുന്നു, സഭയിൽ വാച്ചാൻ വാർഡിന് പരിക്കേറ്റിട്ടുണ്ട്. വാച്ചാൻ വാർഡിന്റെ ചീഫ് മാർഷൽ ഷിബുവിനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അദ്ദേഹത്തിന് പരിക്കു പറ്റി, അദ്ദേഹത്തിന്റെ ശസ്ത്രക്രിയ ആവശ്യമാണ്, സർജറി ആവശ്യമാണ്. അദ്ദേഹത്തിന്റെ ശരീരത്തിൽ പൊട്ടലുകളുണ്ട്. അതുകൊണ്ടാണ് ഈ സസ്പെൻഷൻ വേണമെന്ന നിലപാടിലേക്ക് സർക്കാർ എത്തിയത്. സർക്കാരിന്റെ ആവശ്യം സ്പീക്കർ അംഗീകരിക്കുകയായിരുന്നു. അങ്ങനെ ഈ പ്രമേയം പാർലമെന്ററി കാര്യമന്ത്രി അവതരിപ്പിച്ചു. ആ പ്രമേയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ 3 MLA-മാരെ ഈ സഭാ സമ്മേളന കാലയളവിൽ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. നാളെ കൂടിയാണ് സഭ ചേരേണ്ടത്. ഇന്ന് സഭ പിരിയാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സസ്പെൻഷൻ ഈ ഒരു ദിവസത്തേക്ക് അല്ലെങ്കിൽ ഇത്ര മണിക്കൂറുകളിലേക്ക് മാത്രമാകും. എങ്കിലും ശബരിമല സ്വർണ്ണമോഷണവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പ്രതിപക്ഷാംഗങ്ങളുടെ സസ്പെൻഷനിലേക്ക് വരെ കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. സഭയുടെ മര്യാദയ്ക്ക് ചേരാത്ത, സഭയുടെ യശസ്സിന് ചേരാത്ത പ്രവർത്തനങ്ങൾ ഈ MLA-മാരുടെ ഭാഗത്തുനിന്നുണ്ടായി എന്നാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് സർക്കാരിന്റെ ആവശ്യപ്രകാരം സ്പീക്കർ 3 പേരെയും സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അരുൺ, നമുക്കറിയാം, ഇപ്പോൾ അരുൺ തന്നെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സഭ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പ്രക്ഷുബ്ധമായ സാഹചര്യത്തിൽ നാളത്തെ സഭാ സമ്മേളനം വെട്ടിച്ചുരുക്കിക്കൊണ്ട് ഇന്ന് പിരിയാനുള്ള ഒരു സാധ്യതയുണ്ട്, സൂചനയുണ്ട് എന്നുള്ളത് നമ്മൾ നേരത്തെ പങ്കുവച്ചതാണ്. അതുകൊണ്ട് തന്നെ ഈ സസ്പെൻഷൻ നടപടിയിൽ പ്രതിപക്ഷത്തിന് സഭയ്ക്കുള്ളിൽ ഒരുപക്ഷെ പ്രതിഷേധിക്കാനുള്ള അവസരം കിട്ടിയെന്ന് വരില്ല എന്ന സാഹചര്യം കൂടിയുണ്ടല്ലേ? തീർച്ചയായിട്ടും സഭ ബഹിഷ്കരിച്ച് പ്രതിപക്ഷം രാവിലെ തന്നെ പുറത്തു പോയിരിക്കുന്നു. ഇന്നലെയുമൊക്കെ സംഭവിച്ചതുപോലെ ഇന്നും അത് അങ്ങനെ തന്നെയാണ് സംഭവിച്ചത്. അതിനുശേഷം ഇപ്പോഴാണ് ഈ നടപടിയിലേക്ക് സർക്കാർ നീങ്ങിയത്. പ്രതിപക്ഷത്തിന്റെ അസാന്നിധ്യത്തിൽ തന്നെയാണ് സസ്പെൻഷൻ. അങ്ങനെയാണ് സാധാരണഗതിയിൽ ഉണ്ടാകാറുമുള്ളത്. പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ച് പുറത്തു പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സഭാ സമ്മേളന കാലയളവിലേക്കാകും സസ്പെൻഷൻ. അതുകൊണ്ട് തന്നെ ഈ അടുത്ത സമ്മേളനത്തിൽ ഇവർക്ക് പങ്കെടുക്കുന്നതിൽ തടസ്സമുണ്ടാകില്ല എന്ന് വേണം കരുതാൻ. പക്ഷേ നാളെ സഭ ചേരാത്തതുകൊണ്ട് ഈ സസ്പെൻഷൻ ഉള്ള അംഗങ്ങൾക്ക് സഭയിൽ വരുന്നതിന് വിലക്കുണ്ടാകില്ല. കാരണം സഭ ഇന്ന് തന്നെ പിരിയാനുള്ള നടപടിക്രമങ്ങളിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇന്ന് തന്നെ സഭ പിരിയുന്നതോടുകൂടി ഈ അംഗങ്ങളുടെ സസ്പെൻഷൻ ഒരു സാങ്കേതികമായ നടപടിക്രമമായി മാത്രം ഒതുങ്ങും. എങ്കിലും പ്രതിപക്ഷം ശക്തമായ പ്രതിഷേധം സഭയ്ക്ക് പുറത്ത് ഉയർത്താൻ തന്നെയാണ് സാധ്യത. ഇത്തരത്തിൽ ഇങ്ങനെ സംഭവം ഉണ്ടാകുമ്പോൾ വാച്ചാൻ വാർഡിന്റെ പരിക്കിനെ പറ്റി പറഞ്ഞപ്പോൾ തന്നെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്, ചീഫ് മാർഷൽ നേരത്തെ ഒരു പ്രതിഷേധത്തിൽ തെറ്റായ വ്യാജ വൂണ്ട് സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയ ആളാണ് ഈ ചീഫ് മാർഷൽ എന്ന് പ്രതിപക്ഷ നേതാവ് പരിഹസിച്ചിരുന്നു. എന്നപ്പോൾ സ്പീക്കറുടെ മറുപടി വന്നത്, ആ ചീഫ് മാർഷലല്ല ഇപ്പോൾ ഉള്ളത്, അദ്ദേഹം മാറിയിരിക്കുന്നു, ഇത് പുതിയ ആളാണെന്ന് സ്പീക്കർ മറുപടി പറയുകയും ചെയ്തു. ഏതായാലും ചീഫ് മാർഷൽ ഷിബുവിനാണ് ഈ പരിക്ക് പറ്റിയിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ പരിക്കിന്റെ പേരിൽ കൂടിയാണ് ഇപ്പോൾ ഈ ഒരു നടപടി. 3 പ്രതിപക്ഷ MLA-മാർക്ക് M വിൻസെന്റ്, റോജി M ജോൺ, അതുപോലെ തന്നെ സനീഷ് കുമാർ ജോസഫ്. ഇതിൽ വിൻസെന്റ് 2ാം തവണ MLA ആയ ആളാണ്. റോജി M ജോണും
നേരത്തെ MLA ആയിട്ടുണ്ട്. സനീഷ് കുമാർ ജോസഫ് പുതിയ MLA ആണ്. ഈ 3 പേരെയും സസ്പെൻഡ് ചെയ്തുകൊണ്ട് ഇപ്പോൾ തീരുമാനം ഉണ്ടാക്കിയിരിക്കുന്നത്. സാധാരണ മുഖ്യമന്ത്രിയാണ്, സഭാ നേതാവായ മുഖ്യമന്ത്രിയാണ് ഈ സസ്പെൻഷൻ പ്രമേയം അവതരിപ്പിക്കേണ്ടത്. ഇന്ന് മുഖ്യമന്ത്രി സഭയിൽ ഇല്ലാത്തതുകൊണ്ടാകും ഈ പാർലമെന്ററി കാര്യമന്ത്രി MB രാജ് ഇന്ന് സഭയിൽ ഭരണപക്ഷത്തിന്റെ നടപടിക്രമങ്ങൾ അവരുടെ മൂവ്മെന്റ് ഒക്കെ നിയന്ത്രിച്ചത് പാർലമെന്ററി കാര്യ മന്ത്രിയാണ്. അദ്ദേഹം തന്നെയാണ് ഇന്ന് ഈ പ്രമേയം അവതരിപ്പിക്കുക. അതിന്റെ അടിസ്ഥാനത്തിൽ പ്രതിപക്ഷാംഗങ്ങളെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഏതായാലും ഈ 3 MLA-മാരുടെ പ്രതികരണം വളരെ പ്രധാനപ്പെട്ടതാണ്, നിർണായകമാണ്. എങ്ങനെയാണ് സസ്പെൻഷനോട് പ്രതികരിക്കുന്ന കാര്യമാണ് ഇനി അറിയേണ്ടത്. പ്രതിപക്ഷ നിരയിലെ ആരുടെയെങ്കിലും പ്രതികരണം വന്നിട്ടുണ്ടോ? യെസ്, KPCC പ്രസിഡന്റ് ശ്രീ സണ്ണി ജോസഫ് തന്നെ നമുക്കൊപ്പം ഇപ്പോൾ ചേരുകയാണ് തത്സമയം. ശ്രീ സണ്ണി ജോസഫ്, കടുത്ത നടപടിയാണ് സഭയിൽ 3 MLA-മാർക്കെതിരെ വന്നിട്ടുള്ളത്. എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? ഇത് തികച്ചും ഏകപക്ഷീയമാണ്. പ്രതിപക്ഷത്തിന്റെ അവകാശങ്ങൾക്കുള്ള ലംഘനമാണ്. സ്പീക്കർ പക്ഷപാതപരമായ പെരുമാറ്റമാണ്. നമുക്കറിയാം, മാണി സാറ് ബഡ്ജറ്റ് അവതരിപ്പിച്ചപ്പോൾ സ്പീക്കറുടെ ഡയസിൽ കയറി മൈക്ക് തകർത്ത, കമ്പ്യൂട്ടർ തകർത്ത, കസേര മറിച്ചിട്ട ആളുകളെ അപ്പുറത്തിരുത്തിക്കൊണ്ടാണ്. അതിനെ ന്യായീകരിക്കാനും അതിന്റെ കേസുകൾ ഇല്ലാതാക്കാനും ജനങ്ങളുടെ നികുതി പണം ഉപയോഗിച്ച് സുപ്രീം കോടതി വരെ പോയി പരാജയപ്പെട്ടിട്ട് ആ ക്രിമിനൽ കേസിൽ പ്രതിയായി നിൽക്കുന്ന മന്ത്രിയെ ഇരുത്തിക്കൊണ്ടാണ് ഈ നടപടി സ്വീകരിച്ചിട്ടുള്ളത്. മന്ത്രിമാരാണ് സത്യത്തിൽ വെല്ലിലിറങ്ങി പ്രതിപക്ഷ അംഗങ്ങളെ ഭീഷണിപ്പെടുത്തിയത്, കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചത്. അവർക്കാണ് സ്പീക്കർ താക്കീതെങ്കിലും നൽകേണ്ടിയിരുന്നത്. ഇത് സ്പീക്കറുടെ നിഷ്പക്ഷതയെ പൂർണ്ണമായും ഇല്ലാതാക്കുന്ന പക്ഷപാതപരമായ നിലപാടാണ്. ഇതിനെ ഞങ്ങൾ ജനങ്ങളുടെ മുൻപിലും നിയമകോടതികളുടെ മുൻപിലും ഇതിനെ ഈ അനീതിക്കെതിരെയുള്ള ശക്തമായിട്ടുള്ള മുന്നേറ്റങ്ങൾ നടത്തും, ചോദ്യം ചെയ്യും. ഇത് ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. ഇത് അപഹാസ്യമാണ്. വലിയ പ്രതിഷേധത്തിന് തന്നെയാണോ ആലോചിക്കുന്നത്? അതിശക്തമായ പ്രതിഷേധമാണ്. ശബരിമലയില് സ്വർണം മോഷ്ടിച്ചവരെ പിടികൂടണം എന്ന പ്രതിപക്ഷത്തിന്റെ ആവശ്യം, അതിന് ഉത്തരവാദികൾ ഉത്തരം പറയണം, എവിടെ പോയി സ്വർണം കണ്ടെത്തണം എന്ന പ്രതിപക്ഷത്തിന്റെ ആവശ്യം അംഗീകരിക്കുന്നതിന് പകരം ആവശ്യം ഉന്നയിച്ചവരെ ഇന്ന് നിശബ്ദമാക്കാൻ ഇന്ന് ഗവൺമെന്റ് ശ്രമിക്കുന്നു. അതിന് സ്പീക്കർ കൂട്ടുനിൽക്കുന്നു. ഇതൊരു കാരണവശാലും അനുവദിക്കുന്ന പ്രശ്നമില്ല. ശക്തമായിട്ട് ഇതിനെ പ്രതിരോധിക്കുക തന്നെ ചെയ്യും. പക്ഷേ ശ്രീ സണ്ണി ജോസഫ്, ഈ ഭരണപക്ഷം പറയുന്നത് ഈ സഭാ മര്യാദകളുടെ സമ്പൂർണമായ ലംഘനമാണ് നടക്കുന്നത്. ഒരു ദിവസവും സഭാ നടപടികൾ അവര് ഞങ്ങളെ പഠിപ്പിക്കണോ? ശിവൻകുട്ടിയും KT ജലീലും EP ജയരാജനും ഞങ്ങളെ പഠിപ്പിക്കണോ? നിങ്ങൾക്ക് ഓർമ്മയില്ല, അത് കാണിച്ചു കൊടുക്കണം. വാട്ട് ഹാപ്പൻ വൈൽ മാണി വാസ് പ്രസന്റിംഗ് ദ ബഡ്ജറ്റ്. നമുക്കെല്ലാം അറിയാലോ. അതെ, പക്ഷെ ഇവിടെ ഇപ്പോൾ പറയുന്നത് ചീഫ് മാർഷലിന് പരിക്കു പറ്റിയിട്ടുണ്ട്, ശസ്ത്രക്രിയ വരെ നടത്തേണ്ട സാഹചര്യം വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. എല്ലാവർക്കും അറിയാലോ എന്തിനാണ് ഈ ചീഫ് മാർഷൽ. കാർത്തികൻ സ്പീക്കർ ആയിരുന്നപ്പോ ഞാൻ ഇന്നലെ ഓർമ്മിക്കുകയായിരുന്നു, വാച്ച് ആൻഡ് വാർഡിനെ വിളിക്കാതെയാണ് സഭ നടത്തിയത്. ഇപ്പൊ എന്തിന്റെ അടിസ്ഥാനത്തിലാ? സത്യത്തിൽ കയ്യേറ്റം നടത്തിയത് പ്രതിപക്ഷ MLA-മാരെ, വനിതകൾ ഉൾപ്പെടെയുള്ളവരെ കയ്യേറ്റം നടത്തിയത് സ്പീക്കർ നിയോഗിച്ച, മുഖ്യമന്ത്രി ഉൾപ്പെടെ നിയോഗിച്ച വാച്ച് ആൻഡ് വാർഡും പോലീസുകാരുമാണ്. വാച്ച് ആൻഡ് വാർഡിന്റെ പ്രച്ഛന്ന വേഷണം. അവർക്കെതിരെയാണ് നടപടി സ്വീകരിക്കേണ്ടത്. യെസ്, വളരെ നന്ദി ശ്രീ സണ്ണി ജോസഫ്. KPCC അധ്യക്ഷൻ സണ്ണി ജോസഫാണ് നമ്മളോടൊപ്പം ചേർന്നതും പ്രതികരിച്ചതും. VV അരുൺ നമുക്കൊപ്പം തുടരുന്നുണ്ട്. അരുൺ, ഇപ്പോൾ സണ്ണി ജോസഫ് പറഞ്ഞ വാക്കുകൾ നമ്മൾ കേട്ടു. ശക്തമായ പ്രതിഷേധത്തിലേക്ക് കടക്കുകയാണ് എന്ന് പറയുന്നു. അപ്പോൾ തന്നെ ഉയർത്തുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമുണ്ട്. ഇത് ആദ്യമായല്ല വാച്ച് ആൻഡ് വാർഡ് അംഗങ്ങൾക്കൊന്നും പരിക്കേൽക്കുന്ന സംഭവം. നേരത്തെ ഇപ്പോൾ സർക്കാർ ഭരണപക്ഷത്തിരിക്കുന്ന വ്യക്തികൾ പ്രതിപക്ഷത്തിരിക്കുന്ന സമയത്ത് ഇവർ തന്നെ അത്തരത്തിൽ അക്രമം നടത്തിയിട്ടുള്ളവരാണ്. അപ്പോൾ ഇപ്പോൾ സ്പീക്കറുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത് ഏകപക്ഷീയമായ പക്ഷപാതപരമായ നടപടിയാണ് എന്ന വിഷയം ഉയർത്തിക്കൊണ്ടായിരിക്കും സ്വാഭാവികമായും ഇനി പ്രതിപക്ഷം പ്രതിഷേധത്തിലേക്ക് കടക്കുക. തീർച്ചയായിട്ടും പ്രതിപക്ഷം ശക്തമായ പ്രതിഷേധം ഉന്നയിക്കുമെന്ന് ഉറപ്പാണ്. ഇപ്പോൾ ഈ MB രാജേഷ് അവതരിപ്പിച്ച പ്രമേയത്തിന്റെ വിശദാംശങ്ങൾ ഇപ്രകാരമാണ്. തിങ്കളാഴ്ച തൊട്ട് പ്രതിപക്ഷം സഭാമര്യാദകൾ ലംഘിക്കുന്നത് കണ്ടതാണ്. സഭയ്ക്കകത്താകെ ഭീകരാന്തരീക്ഷം പ്രതിപക്ഷം സൃഷ്ടിച്ചു. വനിതകളടക്കമുള്ള സുരക്ഷാ ജീവനക്കാരെ കയ്യേറ്റം ചെയ്തു, അവരെ ശാരീരികമായി ഉപദ്രവിച്ചു, സഭയുടെ അന്തസ്സ് നിരക്കാത്ത പ്രകോപന മുദ്രാവാക്യങ്ങൾ മുഴക്കി, മുഖ്യമന്ത്രിക്ക് നേരെ പാഞ്ഞെടുത്തു, ചേറിന് നേരെ ആക്ഷേപ ആംഗ്യങ്ങൾ കാണിച്ചു തുടങ്ങിയ ഗുരുതരമായ ആരോപണങ്ങളാണ് പ്രതിപക്ഷ MLA-മാർക്കെതിരെ ഈ പ്രമേയത്തിൽ
മന്ത്രി എം ബി രാജേഷ് പാർലമെന്ററി കാര്യമന്ത്രി ആരോപിച്ചത് സർക്കാരിന്റെ പ്രമേയമാണിത്. ഈ പ്രമേയം സമ്മേളനം കഴിയുന്നത്, ഈ സഭാ സമ്മേളനം കഴിയുന്നവരെയാണ് സസ്പെൻഷൻ. സ്വാഭാവികമായും സാധാരണഗതിയിൽ അത്തരം നടപടികൾ തന്നെയാണ് ഉണ്ടാകാറുള്ളത്, അല്ലെങ്കിൽ നിശ്ചിത കാലയളവിലേക്ക് സസ്പെൻഡ് ചെയ്യണം. പക്ഷേ ഇവിടെ ഉണ്ടായിരിക്കുന്നത് ഈ സഭാ സമ്മേളനം കഴിയുന്നത് വരെയാണ് അംഗങ്ങൾക്ക് സസ്പെൻഷൻ, 3 അംഗങ്ങൾക്ക് സസ്പെൻഷൻ. അതായത് ഒരു നിമിഷം, ഇപ്പോൾ കോൺഗ്രസ് MLA ശ്രീ PR മഹേഷ് നമുക്കൊപ്പം ചേരുകയാണ്. CR മഹേഷ് നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ CR മഹേഷ്, ഇപ്പോൾ കടുത്ത നടപടി തന്നെയാണ് സഭയിൽ ഉണ്ടായിരിക്കുന്നത്. എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? അല്ല, ഈ മർദ്ദിച്ചു എന്ന് പറയുന്നത് വാസ്തവ വിരുദ്ധമാണ്. മർദ്ദിച്ച വീഡിയോ ഇപ്പൊ സഭാ നടപടികളെല്ലാം വീഡിയോയിൽ പകർത്തുന്നതാണ്, നമുക്കെല്ലാവർക്കും അറിയാം. അങ്ങനെ ഏതെങ്കിലും MLA മാർ ഈ പറയുന്ന വാച്ചാൻ വാർഡിനെയോ അല്ലെങ്കിൽ ഈ പറയുന്ന ആരെയെങ്കിലും മർദ്ദിച്ചതായിട്ട് തെളിവുണ്ടെങ്കിൽ നടപടി എടുക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. പക്ഷെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ലല്ലോ. ഇപ്പൊ M. വിൻസെന്റ് MLAയ്ക്കും സനീഷ് കുമാർ ജോസഫ് MLAയ്ക്കും കൈകൾക്ക് പരിക്കുണ്ട്. നഖം കൊണ്ട് വിൻസെന്റ് MLAയുടെ കൈ മുറിഞ്ഞു, മറ്റേയാളിന്റെ കൈക്കും പരിക്കുണ്ട്. അപ്പൊ അവരെ മർദ്ദിച്ച് 10 മിനിറ്റ് 10 പേരാണ് ബഹുമാനപ്പെട്ട വിൻസെന്റ് MLA പൂണ്ടടക്കം പിടിച്ച് ശ്വാസം പോലും വിടാൻ പറ്റാതെ നിർത്തിയിരുന്നു. അപ്പോ ഇത്രയേറെ കൊള്ള നടത്തിയത് വിളിച്ചു പറഞ്ഞുകൊണ്ട് പ്രതിപക്ഷത്തിന്റെ ഉത്തരവാദിത്തം, പ്രതിപക്ഷത്തിന്റെ ധർമ്മം നിയമസഭയിൽ പ്രതികരിക്കുമ്പോൾ, പ്രതിഷേധിക്കുമ്പോൾ കള്ളക്കേസ് എടുത്തു. നേരത്തെയും ഇതുപോലെ തന്നെ കള്ളക്കേസ് എടുത്തിരുന്നു MLA മാർക്കെതിരായി. ഇപ്പോഴും ഈ സസ്പെൻഡ് ചെയ്ത നടപടിയും അദ്ദേഹം പരാതി കൊടുത്തു എന്ന് പറയുന്നതും ഇതെല്ലാം പച്ചക്കള്ളമാണ്. ഇവര് ഇപ്പൊ ഇന്നലെ തന്നെ നജീബ് കാന്തപുരത്തിനെ ആക്ഷേപിച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ സംസാരിച്ചു. ഇന്നിപ്പോൾ അത് അവിടെ തന്നെ ഇവരെന്ത് കമ്മ്യൂണിസ്റ്റാണ്? ഇപ്പൊ 2 കൈയും ഇല്ലാത്ത ആളുകളെ എത്രയോ ആളുകളാണ്, പാവങ്ങൾ. കൈ തരുന്നതും കൈ എടുക്കുന്നതും ദൈവമല്ലേ, അല്ലെങ്കിൽ ഒരു തീർച്ചയായും വളരെ നന്ദി ശ്രീ CR മഹേഷ് ഞങ്ങൾക്കൊപ്പം ചേർന്നതിന്. ഇപ്പോൾ റോജി M. ജോൺ തന്നെ നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ റോജി M. ജോൺ, താങ്കൾക്കെതിരെ അടക്കമാണ് നടപടി വന്നിട്ടുള്ളത്. എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? നടപടിയിൽ ഞങ്ങൾ അങ്ങ് പേടിച്ചു പോയി എന്ന് പറഞ്ഞേക്ക്. അതായത് ഈ സർക്കാരിനെതിരായിട്ട് ശബരിമലയിലെ അയ്യപ്പന്റെ സ്വർണം വരെ അടിച്ചു മാറ്റുന്ന കൊള്ള സംഘമാണ് ഇന്ന് കേരളത്തിൽ ഭരിക്കുന്നത്. ആ സർക്കാരിനെതിരായിട്ട് ഞങ്ങൾ നിയമസഭയ്ക്കകത്ത് സമരം ചെയ്യുകയാണ്. ആ സമരം ചെയ്യുന്ന പ്രതിപക്ഷത്തിന് മേലെ കുതിര കയറുവാനായിട്ട് സർക്കാരിന്റെ പക്ഷം ചേർന്നുകൊണ്ട് സ്പീക്കർ നിർദ്ദേശം കൊടുക്കുകയാണ്. അതായത് ഞങ്ങളുടെ ബാനർ പിടിച്ചു മാറ്റാനായിട്ട്, ഞങ്ങളുടെ പ്ലക്കാർഡ് പിടിച്ചു മാറ്റുവാനായിട്ട് സ്പീക്കർ നിർദ്ദേശം കൊടുക്കുകയാണ്. എന്ന് പറഞ്ഞാൽ സ്പീക്കർ പോലും നിഷ്പക്ഷമായിട്ടല്ല പെരുമാറുന്നത്. അദ്ദേഹം സർക്കാരിന്റെ ചട്ടുകമായിട്ട്, സർക്കാരിന്റെ ആജ്ഞാനുവർത്തിയായി പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. അപ്പോ ഈ സർക്കാരിനെതിരായിട്ട് ഞങ്ങൾ സമരം ചെയ്യും. ഇതുകൊണ്ടൊന്നും ഞങ്ങൾ സമരം അവസാനിപ്പിച്ചു പോകുന്ന ആളുകളൊന്നുമല്ല. ഞങ്ങൾ സഭയിൽ നിന്ന് ബഹിഷ്കരിച്ചു പോകുന്ന ആളുകളാണ്. പിന്നെ ഞങ്ങൾ സസ്പെൻഡ് ചെയ്തിട്ട് എന്ത് കാര്യം? ഞങ്ങൾ ഈ സഭാ നടപടികളായിട്ട് ഞങ്ങൾ അല്ലെങ്കിലും സഹകരിക്കുന്നില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഈ സർക്കാരിനെതിരായിട്ട്, ഈ സ്വർണ്ണക്കള്ളന്മാർക്കെതിരായിട്ട്, ശബരിമലയിലെ സ്വർണം കട്ട ഈ തിരുട്ട് സംഘത്തിനെതിരായിട്ടുള്ള ഞങ്ങളുടെ സമരം ഇനിയും തുടരും. അത് ഞങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ എക്സ്പോസ് ചെയ്യും. ഇവരെ ഞങ്ങൾ തുറന്നു കാട്ടും. ഇത് കേരളത്തിലെ ജനങ്ങൾക്ക് ഇതിനോടകം തന്നെ മനസ്സിലായിട്ടുണ്ട്. നാട് മുഴുവൻ കട്ടു. നാട് മുഴുവൻ കട്ടതിന് ശേഷം ഇപ്പൊ അമ്പലങ്ങളിലും കക്കാൻ ഇറങ്ങിയിരിക്കുകയാണ്. അപ്പൊ അതിനെതിരായിട്ട് പിന്നെ ഞങ്ങൾ നിയമസഭയിൽ പോയി ഞങ്ങൾ വാമൂടിയിരിക്കണോ? പക്ഷെ പ്രതിഷേധിക്കാനുള്ള അവകാശം നിങ്ങൾക്കുണ്ട് സ്വാഭാവികമായും. പക്ഷെ അതിനപ്പുറം ഈ സഭാ നടപടികൾ എല്ലാ ദിവസവും പൂർണ്ണമായും തടസ്സപ്പെടുത്തുന്ന രീതിയിലേക്ക് കടക്കാനും അതിനപ്പുറം സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കാനും ഇപ്പോൾ വാച്ച് ആൻഡ് വാർഡിന് പരിക്കേൽക്കുന്ന സാഹചര്യം എന്ന് പറയുമ്പോൾ അത് ഗുരുതരമല്ലേ? ഈ വാച്ച് ആൻഡ് വാർഡ് ഇതേ നിയമസഭയിൽ തന്നെ ഇതുപോലൊരു സമരം ഉണ്ടായപ്പോൾ അവരുടെ കൈക്ക് പൊട്ടലുണ്ട് എന്ന് പറഞ്ഞു വെച്ചിട്ട് ഞങ്ങൾക്കെതിരെ ജാമ്യമില്ലാത്ത കേസെടുക്കാൻ വേണ്ടി കള്ളക്കട മെനഞ്ഞ് ഒടുവിൽ എക്സ്റേ എടുത്തു കഴിഞ്ഞപ്പോ കൈക്ക് പൊട്ടലും ഇല്ല, പോറലും ഇല്ല എന്ന് കണ്ട് നാണം കെട്ടുപോയ കുറെ വാച്ചാൻവാടികൾ അവിടെ ഉള്ളത്. ആ നാടകങ്ങളൊക്കെ ഞങ്ങൾ കുറെ കണ്ടതാണ്. അതുകൊണ്ട് ഇത്തരം നാടകങ്ങൾ കാണിച്ചിട്ടൊന്നും നമ്മുടെ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്ന ഈ പരിക്കും ശസ്ത്രക്രിയയും നാടകമാണ് എന്നാണ് താങ്കൾ പറയുന്നത്? ഇതിനു മുമ്പ് ഇതുപോലെ നാടകങ്ങൾ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ബോധ്യമുള്ളതാണല്ലോ. അതായത് ഞങ്ങൾക്കെതിരെ, ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾക്കെതിരെ ഇതിനു മുമ്പ് നിയമസഭയിൽ സമരം ചെയ്തു എന്ന് പറഞ്ഞ് ജാമ്യമില്ലാത്ത കേസെടുത്തു. അതിന് പറഞ്ഞ കാരണം ഒരു ചീഫ് മാർഷലിന്റെ കൈക്ക് പൊട്ടലുണ്ടായി എന്നാ പറഞ്ഞത്. അവസാനം എക്സ്റേ എടുത്തു കഴിഞ്ഞപ്പോ കൈക്ക് പൊട്ടലും ഇല്ല, പോറലും ഇല്ല, ഒന്നുമില്ല. അവസാനം നാണം കെട്ട് കേസ് പിൻവലിച്ച് പോകേണ്ട വന്നു. അപ്പൊ അതുകൊണ്ട്